ചണ്ഡേശ്വര നായനാരെ കുറിച്ചിട്ടാണ് പെരിയ പുരാണത്തിൽ ചേക്കിഴാർ സ്വാമി വിവരിക്കുന്നത്. കാവേരി നദിയുടെ ഒരു ഉപനദിയാണ് മണ്ണിയാർ. ആ മണ്ണിയാറിൻ്റെ തീരത്ത് ചെയിന്നല്ലൂർ എന്ന് പറഞ്ഞിട്ടൊരു പുരാതന ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നു. അവിടെ ജനങ്ങളെല്ലാം വളരെയേറെ സമ്പൽ സമൃദ്ധി കൊണ്ട് ഉന്നത നിലയെ പ്രാപിച്ചവരാണ്. പിന്നെ കൃഷി, വാണിജ്യം മുതലായ തൊഴിലുകൾ ചെയ്താണ് അവർ ജീവിച്ചിരുന്നത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ മണ്ണിയാർ നദി ഒഴുകുന്ന ചെങ്ങന്നൂർ എന്ന പുരാതന ഗ്രാമത്തിലാണ് പലപ്പോഴും ചോഴ രാജാക്കന്മാരെ അരിയിട്ട് വാഴ്ച നടത്തി രാജാവാക്കിയിരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി അവരുടെ കിരീടധാരണം നടത്തുന്ന 5 നഗരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ചെങ്ങന്നൂർ എന്ന പുരാതന ഗ്രാമം. ഇവിടെ യജ്ഞദത്തൻ എന്നൊരു ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ പവിത്രയോടൊത്ത് ജീവിച്ചിരുന്നു. ഇവർ രണ്ടുപേരും ശിവഭക്തന്മാരായിരുന്നു. മാത്രമല്ല വേദങ്ങളിലും ആഗമങ്ങളിലും അഗാധ പാണ്ഡിത്യം ഈ യജ്ഞദത്തൻ നേടിയിരുന്നു. അദ്ദേഹത്തിന് ഒരു മകൻ ജനിച്ചു. ആ മകന് വിചാരശർമ്മൻ എന്നാണ് പേരിട്ടത്. ഉപനയനം തുടങ്ങിയ എല്ലാ ചടങ്ങുകളും നടത്തി അവനെ വേദങ്ങൾ അഭ്യസിപ്പിച്ച് വളർത്തി. ഇവൻ ഒരു ദിവസം കുട്ടികളോട് കൂടി തെരുവിലൂടെ പോകുമ്പോൾ പശുക്കൂട്ടത്തെ മേച്ചുകൊണ്ട് ഒരു ഇടയൻ ആ വഴി പോകുന്നത് കണ്ടു. ആ പശുക്കൂട്ടത്തിലെ ഒരു പശു ഏറ്റവും പുറകിലാണ് യാത്ര ചെയ്തിരുന്നത്. അതിന് കാരണവുമുണ്ട്. പശുവിനൊരു കിടാവുണ്ടായിരുന്നു. ആ കിടാവിനെ നക്കുകയും ആ കിടാവിന് മുല കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതുകൊണ്ട് ആ പശുവും കിടാവും ഏറ്റവും പുറകിലാണ് നടന്നിരുന്നത്. ഇത് കണ്ടിട്ട് ഇടയൻ ഒരു വടിയെടുത്ത് ഈ പശുവിനെ ആഞ്ഞടിക്കാൻ തുടങ്ങി. ആ രംഗം ചേക്കിഴാർ വർണ്ണിക്കുന്ന ഇങ്ങനെയാണ്: ഓതുകിടയിനുടൻ പോവാർ ഊറൻ നിരയിനുടൻ പുക്ക പോത് മറ്റങ്കൊരു പുനിറ്റാ പോറ്റു മവന്മേൽ മരുപ്പോച്ച ആതും ഒഞ്ചും കൂജാതെ എടുത്ത കോൽ കൊണ്ടവൻ പുടയിപ്പ ഇത് ചെണ്ടുമികും പരിവാൽവ കൊണ്ടു വിലക്കി മെയ്യുണർന്നു. അങ്ങനെ ഇടയൻ മറ്റ് യാതൊരു ചിന്തകളുമില്ലാതെ വളരെ ക്രൂരമായിട്ട് ഈ പശുവിനെ അടിച്ചു. പശുവിനെ പ്രഹരിച്ചത് കണ്ടപ്പോൾ ഈ വിചാരശർമ്മൻ എന്ന ആ കുട്ടിക്ക് വല്ലാതെ വേദനിച്ചു. കാരണം പശുക്കളെ ആക്രമിക്കുന്നതും വേദനിപ്പിക്കുന്നതും നിഷിദ്ധമായി അന്ന് ജനങ്ങൾ കരുതിയിരുന്നു. കാരണം പഞ്ചഗവ്യം, പിന്നെ അമ്പലത്തിലേക്കുള്ള പാല്, ഇതെല്ലാം നൽകുന്നത് പശുക്കളാണ്. അതുകൊണ്ട് പശുക്കളെ ഒരു പുണ്യമൃഗമെന്ന നിലയിൽ പൂജിച്ച് ആരാധിച്ച് തരത്തിൽ മാതാവിനെ പോലെ ബഹുമാനിച്ചിരുന്നു. അങ്ങനെ പശുക്കളെ ബഹുമാനിക്കുന്ന ചരിത്രമുള്ള ആ പ്രദേശത്ത് ഒരിടയൻ പശുവിനെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഇനിമേൽ മേയ്ക്കുന്ന പ്രവൃത്തി താൻ ചെയ്തു കൊള്ളാമെന്ന് അവൻ ഇടയനോട് പറഞ്ഞ് ആ ജോലി ഏറ്റെടുത്തു. ഇടയന് സമ്മതമായിരുന്നു. അങ്ങനെ വിചാരശർമ്മൻ അന്ന് മുതൽക്ക് ആ പ്രവൃത്തിയിൽ ഇടപെട്ടു പോന്നു. ധാരാളം പുല്ലും വെള്ളമുള്ള സ്ഥലങ്ങളിൽ മേയുവാൻ വിടുക, പിന്നെ വെള്ളവും പുല്ലുമൊക്കെ കൊണ്ട് പശുക്കൾക്ക് കൊടുക്കുക, സായനത്തിന് നദിയിൽ കുളിപ്പിക്കുക എന്നീ കർമ്മങ്ങൾ ദിവസം തോറും ഈ വിചാരശർമ്മൻ ചെയ്തു വന്നു. അങ്ങനെ പശുക്കളുമായിട്ട് വളരെയേറെ ഒരു സ്നേഹബന്ധം ഈ കുട്ടി, വിചാരശർമ്മൻ എന്ന കുട്ടി ഉണ്ടാക്കി.
ഈ സ്ഥിതിയിൽപ്പെട്ട ഒരു ദിവസം അവയുടെ പാൽ കൊണ്ട് അഭിഷേക കർമ്മം ചെയ്യണമെന്ന ആഗ്രഹം ഈ കുട്ടിക്കുണ്ടായി. അങ്ങനെ മണിയാറിൻ്റെ കരയിൽ മണൽ കൊണ്ട് ഈ കുട്ടി ഒരു ശിവലിംഗം ഉണ്ടാക്കി. പശുക്കളാകട്ടെ തങ്ങളെ സ്നേഹത്തോടെ കാക്കുന്നവൻ പാൽപാത്രങ്ങൾ അകിടിന് കീഴെ വച്ച് ഒന്ന് തൊട്ടാൽ തന്നെ നിറച്ചും പാൽ ചുരന്നു കൊടുക്കും. അങ്ങനെ ഏതാനും ചില കുടങ്ങളിൽ പാലെടുത്തിട്ട് ഈ ശിവലിംഗത്തെ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ശിവലിംഗത്തെ അഭിഷേകം ചെയ്യും. അങ്ങനെ അഭിഷേകം ചെയ്ത് എല്ലാ ദിവസവും ഇത് ചെയ്യുമായിരുന്നു. എന്നിട്ട് പശുക്കളെ അവരുടെ വീടുകളിൽ എത്തിക്കുകയും ചെയ്യും. ഈ വിവരം പശുക്കൾ ഉടമകൾ അറിയുകയും അവസാനം യജ്ഞദത്തനോട് പരാതി പറയുകയും ചെയ്തു. പിതാവായ യജ്ഞദത്തൻ വളരെയേറെ ദേഷ്യപ്പെട്ടു. എങ്ങനെയെങ്കിലും ഈ മകനെ ഈ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന് കരുതി അദ്ദേഹം മകൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് ആദ്യം അറിയണമെന്ന് കരുതി ഈ പശുക്കളുടെ പിന്നാലെ പോയി. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു മരത്തിൻ്റെ മുകളിൽ ഈ യജ്ഞദത്തൻ കയറി ഒളിച്ചിരുന്നു. പശുക്കൾ പോകുമ്പോൾ ആ നദിയുടെ തീരത്ത് മണൽ കൊണ്ട് ഒരു ശിവലിംഗമുണ്ടാക്കി ആ ശിവലിംഗത്തിൽ പശുവിനെ കറന്ന് പാല് അഭിഷേകം ചെയ്യുന്നതും ആ അഭിഷേകം നദിയിലേക്ക് ഒഴുകിപ്പോകുന്നതുമെല്ലാം തന്നെ ഈ പിതാവ് കണ്ടു ദേഷ്യപ്പെട്ടു. ഉടനെ താഴേക്ക് ചാടി ഇറങ്ങി. എന്നിട്ട് അടുത്ത് കിടന്ന ഒരു വടി കൊണ്ട് അവനെ ക്രൂരമായി മർദ്ദിച്ചു. പക്ഷേ ഇതൊന്നും ആ കുട്ടി അറിയുന്നില്ല. വിചാരശർമ്മൻ പൂജയിൽ മുഴുകി എല്ലാം മറന്ന്, പരിതസ്ഥിതികൾ വരെ മറന്നിട്ട് എല്ലാം മറന്ന് അങ്ങനെ കഴിയുകയാണ്. അപ്പോൾ വിചാരശർമ്മൻ ഇതൊന്നും അറിയുന്നില്ല. അടി കൊള്ളുന്നതും അവൻ അറിയുന്നില്ല, വേദനിക്കുന്നതുമൊന്നും അവൻ അറിയുന്നില്ല. അവസാനം ഈ യജ്ഞദത്തൻ പാൽ നിറച്ച കുടങ്ങൾ ചവിട്ടി കുടച്ച് അത് ദൂരെ എറിയാൻ തുടങ്ങി. അപ്പോൾ ആ പാലും ഈ കുട്ടിയുടെ മേലിൽ വീണ് ആ കുട്ടി പരിസരബോധം ഉണ്ടായി. നോക്കിയപ്പോൾ പിതാവ് കലിതുള്ളി നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. ആ പാൽപാത്രം എല്ലാം പിതാവ് തട്ടി തകർത്തിരിക്കുന്നു, കാലുകൊണ്ട് തട്ടി തകർത്തിരിക്കുന്നു. ഉടനെ ഈ കുട്ടിക്ക് വല്ലാതെ ദേഷ്യം വന്നു. അങ്ങനെ ദേഷ്യം വന്ന ആ കുട്ടി അടുത്ത് കിടക്കുന്ന വെൺമഴു കൊണ്ട് ആ പിതാവിൻ്റെ 2 കാലും വെട്ടി. അങ്ങനെ കാലറ്റ യജ്ഞദത്തൻ ചോരയിൽ കുളിച്ച് നിലത്ത് വീഴുന്നു. അങ്ങനെ നിലത്ത് വീഴുന്നപ്പോഴും ഈ കുട്ടിക്ക് യാതൊരു മാറ്റവുമില്ല. കാരണം പൂജയ്ക്ക് തടസ്സം ചെയ്തുകൊണ്ടാണ് താൻ അങ്ങനെ പിതാവിനെ ഉപദ്രവിച്ചത് എന്ന ഭാവത്തിൽ ആ കുട്ടി അങ്ങനെ നിൽക്കാൻ തുടങ്ങി. പൂജയ്ക്ക് ഉണ്ടായ വിഘ്നം നീങ്ങിയപ്പോൾ ഭക്തിയിൽ കുതിർന്ന ആ കൊച്ചു ബാലൻ ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും പൂജ തുടർന്നു. ഉടനെ പാർവതീ സമേതനായി വൃഷഭാരൂഢനായി ഭൂതഗണങ്ങളോടും വേദങ്ങൾ ചൊല്ലി സ്തുതിക്കുന്ന മുനിമാരോടും അതേപോലെ ദേവന്മാരോടുമൊപ്പം വേദപുരുഷനായ മഹാദേവൻ ഭക്തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച ബാലഭക്തനെ ആലിംഗനം ചെയ്ത് ഭഗവാൻ ഇങ്ങനെ അരുളി: ഇന്നു മുതൽ നിൻ്റെ അച്ഛൻ ഞാനാണ്. എന്നിലുള്ള ഉത്തമ ഭക്തി കൊണ്ട് നീ 3 ലോകങ്ങളെയും ജയിച്ച് സംസാരത്തിൽ നിന്ന് മുക്തി നേടിയിരിക്കുന്നു. എനിക്ക് വേണ്ടി നീ നിൻ്റെ പിതാവിനെ തന്നെ വെട്ടിവീഴ്ത്തി. ഇനി മുതൽ നിൻ്റെ പിതാവ് ഞാനാണ് എന്നും എന്നോട് കൂടെ ഇരിക്കുക എന്നും പറഞ്ഞിട്ട് സ്നേഹത്തോടെ പറഞ്ഞിട്ട് അവൻ്റെ നെറുകയിൽ ചുംബിക്കുകയും താൻ ഞാൻ കൊന്ന മാല ശിരസിൽ നിന്ന് കുട്ടിയുടെ കഴുത്തിലിടിക്കുകയും ചെയ്തു. ഭഗവാൻ വീണ്ടും തുടർന്നു: ചണ്ടെന്ന് വെച്ചാൽ ഭയങ്കരൻ എന്നാണ് അർത്ഥം. അങ്ങനെ പിതാവിൻ്റെ കാല് വെട്ടിയതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ചണ്ട എന്ന് ഭഗവാൻ വിളിക്കുന്നത്.
ഭയങ്കര കോപത്തോടെ പിതാവിൻ്റെ കാലുകൾ മുറിച്ചുകൊണ്ട്, ഇന്നു മുതൽ നീ ചണ്ഡേശ്വരൻ എന്ന് വിഖ്യാതനായി എൻ്റെ ശ്രീകോവിലിന് പുറത്ത് വടക്ക് വശത്ത് 2ാമത്തെ മതിൽക്കെട്ടിൽ ശാശ്വതാധിപതിയായി വസിക്കുക. ഞാൻ ഭുജിച്ചതിന് ശേഷം ബാക്കി വരുന്നത് നിനക്കുള്ള നിർമാല്യമാണ്. അത് മറ്റാർക്കും അവകാശപ്പെട്ടല്ല. അത് നിനക്ക് തരാതെ ആർക്കും സേവിക്കാനും കഴിയില്ല. അമലമായ എൻ്റെ നിർമാല്യം മനുഷ്യരുടെ 3 മലങ്ങളെയും, മായാമലം, ആണവം, കർമ്മമലം, ഈ 3 മലങ്ങളെയും ഇല്ലാതെ ആക്കി കൈവല്യം നൽകുന്നതാണ്. അത് ഭക്ഷിക്കുന്ന നിർമ്മലാത്മാക്കൾക്ക് മുക്തിയും ലഭിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുട്ടിയെ കൂട്ടിക്കൊണ്ട് നേരെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ അപരാധം ചെയ്ത വിചാരശർമ്മൻ്റെ പിതാവ് മഴുകൊണ്ട് എറിയപ്പെട്ട ശിക്ഷ ലഭിച്ചതിനാൽ വിമുക്തി നേടി ശിവലോകം പ്രാപിക്കുകയും ചെയ്തു. ഇതാണ് ചേക്കിഴാർ സ്വാമികൾ വിവരിക്കുന്ന ചണ്ഡേശ്വര നായനാരുടെ കഥ. അങ്ങനെ ചണ്ഡേശ്വര നായനാർ സ്വന്തം പിതാവിനെ പോലും ഉപദ്രവിക്കാൻ, വെട്ടി വീഴ്ത്താൻ തയ്യാറാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സ്വന്തം പിതാവ് പോലും തൻ്റെ ശിവഭക്തിക്ക് തടസ്സമായപ്പോൾ ഈ ബാലൻ അതിനെ തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോൾ എല്ലാത്തിനും മേലെ ശിവഭക്തിയാണ് ഈ കുട്ടിയിൽ നിറഞ്ഞു നിന്നിരുന്നത്. ആ കുട്ടിയുടെ ഓരോ പ്രവൃത്തിയും ശിവ സാക്ഷാത്കാരത്തിലേക്ക് ആ കുട്ടിയെ നയിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഈ കഥയിലൂടെ പ്രധാനമായിട്ടും ചേക്കിഴാർ സ്വാമി വിവരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ശിവഭക്തി എന്തിനും മേലെയാണ്. സ്വന്തം ജീവിതത്തിലെ മാതാപിതാക്കളോടുള്ള ഭക്തിയേക്കാൾ കൂടുതൽ ഭക്തി ശിവപാർവതിമാരോടാണ് ഈ കുട്ടി കാണിക്കുന്നത്. ജഗതഹാ പിതരവും, ജഗത്തിൻ്റെ മുഴുവനും മാതാപിതാക്കളാണ് ശിവപാർവതിമാർ. അതുകൊണ്ട് ആ ശിവപാർവതിമാരെ പൂജിക്കുകയാണ്, മാതാവിനെയും പിതാവിനെയും പൂജിക്കുന്നത് തന്നെ ആയിട്ട് നാം കരുതുന്നത്. അപ്പോൾ ശിവപാർവതിമാർ ജഗത്തിൻ്റെ മുഴുവനും മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളെ ബഹുമാനിക്കുക, ആരാധിക്കുക, ആ മാതാപിതാക്കളിലൂടെ ശിവലോകത്തിൽ എത്തിച്ചേരുക, ശിവസാമ്രാജ്യത്തിൽ എത്തിച്ചേരുക. ഇതാണ് ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ ലക്ഷ്യം. ഓം ശിവായ നമഃ.